ഹായ് കൂട്ടുകാരെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളേവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കുറച്ച് പച്ചരിയും ശർക്കരയും 2-3 ഏലക്കായ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു പലഹാരം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കും. ഇതിനെ കിണ്ണത്തപ്പം എന്നാണ് ഞങ്ങൾ പറയുന്നത്. എല്ലാവരും അതുപോലെ തന്നെ ആയിരിക്കും പറയുന്നത്, എനിക്കറിയില്ല എന്താണെന്ന്. ഒരു തരി ഓയിൽ ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് എല്ലാവർക്കും അത് കഴിക്കാനായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ പഞ്ചസാരയ്ക്ക് വരെ ശർക്കരയാണല്ലോ യൂസ് ചെയ്തേക്കുന്നത്. ഇത് ഉണ്ടാക്കുന്ന ഒരു രീതിയെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഞാനിവിടെ കുറച്ച് പച്ചരി, അതിൻ്റെ ഒപ്പം കുറച്ച് പുഴുക്കലരിയും കൂടി ഇട്ട് കുതിർത്താൻ വെച്ചിരുന്നു. അപ്പോൾ അത് നല്ലവണ്ണം കുതിർത്തി അങ്ങോട്ട് എടുത്തിട്ട് അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടോ, അല്ലെങ്കിൽ എങ്ങനെയായാലും ഒന്ന് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അത് അരച്ചെടുക്കുമ്പോഴേക്ക് ഇതിലേക്ക് ഏലക്കായ പൊടിക്കാത്തതാണെങ്കിൽ ഏലക്കായ ആവശ്യത്തിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം പൊടിച്ചതാണെങ്കിൽ മാവ് അരച്ച് കഴിഞ്ഞിട്ടായാലും ചേർത്ത് കൊടുത്താൽ മതിയാവും. ആ മാവ് നല്ല ഫൈനായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ടേ. എനിക്ക് ആവശ്യമുള്ളത് ശർക്കരയാണ്. ഇത് ഒരു 250-300 ഗ്രാം അരി അത്രേ ഉണ്ടാവുള്ളൂ. അതിലേക്ക് ഒരു ഉണ്ട ശർക്കര, അപ്പോൾ ഒരു ഉണ്ട ശർക്കര എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 250 ഗ്രാം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് പൊടിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ഉരുക്കി അങ്ങോട്ട് എടുക്കണം, വെള്ളമൊക്കെ ഒഴിച്ചിട്ട്. ഇപ്പം ഞാനേ മാവിലേക്ക് ഏലക്കായ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആ ശർക്കര ഉരുക്കിയതുണ്ടല്ലോ, അത് കുറച്ച് ചൂടാറി കഴിയുമ്പോഴേക്ക് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അത് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കണേ. അപ്പോൾ ചെറിയ ചൂടൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ലവണ്ണം അങ്ങോട്ട് ഇളക്കി എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കണം. എന്നിട്ട് കുറച്ച് നേരം അങ്ങോട്ടൊന്ന് മാറ്റി വെക്കണം, ഒന്ന് റെഡിയായിട്ട് അങ്ങോട്ട് വരാനേ. കുറഞ്ഞതൊരു മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ മാവ് റെഡിയായിട്ട് വരുന്നോളൂ. അപ്പോൾ ആ മാവ് അങ്ങോട്ട് റെഡിയായിട്ട് അങ്ങോട്ട് വരുമ്പോഴേക്കും ഒരു ഇഡ്ഡലി പാത്രം അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് അത് നല്ലവണ്ണം അങ്ങോട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അത് ആവി അങ്ങോട്ട് വരുമ്പോഴേക്കും ആ ഇഡ്ഡലി തട്ട് വെച്ചിട്ട് ഓരോ തട്ടിലേക്ക് അങ്ങോട്ട് ഈ മാവ് ഒഴിച്ച് കൊടുത്ത് അങ്ങോട്ട് ആവി കയറ്റി വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പലഹാരം കിണ്ണത്തപ്പം ഇവിടെ റെഡിയാവും. കിണ്ണത്തപ്പം എന്നൊക്കെ പറയുന്നത് ഇത് എടുക്കുന്ന ശരിക്കും ഇഡ്ഡലി തട്ടിലല്ല, നമ്മളെ ഇഡ്ഡലി പാത്രത്തിൻ്റെ ഉള്ളിൽ ചെറിയ പ്ലേറ്റ് നിരത്തി വെച്ചിട്ട് ആ പ്ലേറ്റിലേക്ക് മാവ് ഒഴിച്ചിട്ടാണ് ഇത് ശരിക്കും ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതേപോലെ ഇഡ്ഡലി പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു പ്ലേറ്റ് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടേ അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിനുള്ള മാവ് അങ്ങോട്ട് ഒഴിച്ചിട്ടേ അതങ്ങോട്ട് വേവിച്ചാണ് ശരിക്കും ഇത് ചെയ്യാറ്. അതുകൊണ്ടാണ് ഇതിനെ കിണ്ണത്തപ്പം എന്നൊക്കെ പറയുന്നത്. മലബാർ ഏരിയയിലൊക്കെ ഇതേപോലെ തന്നെ മാവരച്ച് അത് എണ്ണയിൽ, അത് കുക്കറിൽ നല്ല ഓയിലൊക്കെ ഒഴിച്ച് എണ്ണയിലാണ് ചെയ്യുന്നത്. അത് ഭയങ്കര എണ്ണമയമായിരിക്കും അത് കഴിക്കുമ്പോഴേ. പക്ഷെ ഇത് ആവിയിലൊക്കെ വേവിച്ചത് കൊണ്ട് നല്ല അടിപൊളിയായിരിക്കും, നല്ല സ്വാദുമായിരിക്കും, ഹെൽത്തി ആയിരിക്കും. ഞാനിതിലേക്ക് ആകെ ചേർത്ത് കൊടുത്തേക്കണ പച്ചരി, ശർക്കര, ഏലക്കായ. ഇതിലേക്ക് നാളികേരം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ മാവ് അരച്ചെടുക്കുമ്പോൾ. പിന്നെ നെയ്യൊക്കെ ചേർത്ത് ഉണ്ടാക്കാം. കൂട്ടുകാരെ, അപ്പോൾ ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.